ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് കാണുകയാണ്. സോ റിഡോക്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, +1 കെമിസ്ട്രിയിലെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, നീറ്റ് പോലുള്ള എക്സാമുകൾക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് ഓക്സിഡൈസിങ് നമ്പർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിക്കുന്നത്, എൻ ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇക്വലന്റ് മാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ കാണുന്നത്. അതായത് ബാലൻസിംഗിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് വരാറുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റുകളെ സംബന്ധിച്ച് അല്ലേ, എത്രയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്, ഒരു കോമ്പൗണ്ട് തന്നില്ല അതിൽ പർട്ടിക്കുലർ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. നമ്മുടെ NCERT നോക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മുടെ ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഓക്സിഡേഷൻ റിഡക്ഷനിൽ പഠിക്കണം. ദെൻ പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബാലൻസിങ്ങിലേക്ക് കയറും. ലാസ്റ്റ് നമ്മൾ ടൈട്രേഷൻസ് ഒക്കെ പഠിക്കും. പക്ഷെ നമ്മൾ നീറ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ടൈപ്സ് ഒന്നും ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇല്ല. നമുക്ക് എന്താണ് റിഡോക്സ് റിയാക്ഷൻ്റെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് പഠിക്കണം. ദെൻ കോൺസെപ്റ്റ് ഓഫ് ഇക്വലന്റ് മാസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് എൻ ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് റിഡോക്സ് ടൈട്രേഷനോട് കൂടി ഈ ചാപ്റ്റർ തീരുകയാണ് നമ്മുടെ നീറ്റിന്റെ സിലബസിൽ. സോ ആ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ സംസാരിക്കാമെന്നില്ല, നമ്മൾ കണ്ടന്റ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യാം, ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിനെ എങ്ങനെ നോക്കി കാണണം, എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ നോക്കിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ആൻസർ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും കൃത്യമായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. ഇപ്പോൾ അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. സോ വി ആർ മൂവിംഗ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇൻ ഈച്ച് കേസ് വെൻ KMnO4 ആക്ട് ആസ് ആൻ ഓക്സിഡൈസിംഗ് ഏജന്റ് ടു ഗീവ് MnO2, Mn2 plus MnOH thrice, MnO4 2 minus are respectively. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് അവിടെ ട്രാൻസ്ഫർ ആയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം KMnO4 എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റില് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ, +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് Mnന്റെ KMnO4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ therefore KMnO4 നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് MnO2 ആകുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നത്, MnO2 ആകുമ്പോഴേക്കും എത്ര വരും നോക്കിക്കേ, MnO2 എന്ന് പറയുമ്പോൾ x ആണ്, +2 × -2 -4 = 0, then x = +4 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്, എത്ര ഇലക്ട്രോൺസ് ആണ്, +7 നിന്നും +4, അപ്പൊ എത്രയാണ്, 3 ഇലക്ട്രോൺസ് ആണല്ലേ അവിടെ ചേഞ്ച് ആയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, KMnO4 Mn2+ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾറെഡി നമുക്ക് കിട്ടി, +2 ആണ്. സോ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ്, 5 ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി KMnO4 MnOH thrice ആകുമ്പോഴോ മക്കളെ, MnOH thrice ആകുമ്പോൾ ദാറ്റ് ഈസ് x പ്ലസ് -1 to -3 = 0, x = 3 എന്ന് വരും. അപ്പൊ +7 നിന്നും +3, അപ്പൊ ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്, 4 ഇലക്ട്രോൺസ് അല്ലേ ആണ്. ദെൻ ലാസ്റ്റ് നമ്മുടെ KMnO4 MnO4 2- ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, MnO4 2- ആകുമ്പോൾ അവിടെ +6 വരും, ദാറ്റ് ഈസ് 1 ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ്. സോ എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 3 5 4 1 3 5 4 1. നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ. മനസ്സിലായോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ നമ്പർ ഓഫ് ടെർമിനൽ ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ ദ പ്രോഡക്റ്റ് B obtained from the following reaction. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫോളോയിങ് റിയാക്ഷൻ FeCr2O4 plus Na2CO3 plus O2 gives A plus Fe2O3 plus CO2. ദെൻ അവിടുത്തെ പ്രോഡക്റ്റ് എയുടെ കൂടെ നമ്മൾ എന്താണ് H+ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് B ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു, +H2O + Na+ കിട്ടുന്നു. സോ നമ്മുടെ റിയാക്ഷൻ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണല്ലേ. നോക്കിക്കേ, FeCr2O4 plus Na2CO3 plus O2 ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആരെയാ കിട്ടുന്നത്, യെസ് Na2CrO4 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതായത്, +Fe2O3 plus CO2. സോ ഇതായിരുന്നു നമ്മുടെ എ അല്ലേ. ഇനി ആ എയിൽ നമ്മൾ എന്താണ് H+ ആഡ് ചെയ്യാണ്. സോ നമ്മുടെ റിയാക്ഷൻ 2Na2CrO4 plus
2H plus gives നമുക്ക് ആരെ കിട്ടും? യെസ്, Cr2O7 2 മൈനസ് പ്ലസ് H2O പ്ലസ് Na പ്ലസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോം ചെയ്തത് ബി ആരാണ്? Cr2O7 2 മൈനസ്. സ്ട്രക്ചർ ഓർമ്മയുണ്ടോ Cr2O7 2 മൈനസിന്റെ? യെസ്, Cr നമുക്ക് ബ്രിഡ്ജ് ആയിട്ട് ഒരു ഓക്സിജൻ വരുന്നുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ സിംഗിൾ ബോണ്ട് ഓക്സിജൻ. അതേപോലെ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ സിംഗിൾ ബോണ്ട് ഓക്സിജൻ. ഇതായിരുന്നു നമ്മുടെ Cr2O7 2 മൈനസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. സോ ടെർമിനൽ ഓക്സിജൻ ആറ്റം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? ഇവിടെ 6 ടെർമിനൽ ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത്. സോ ഇതൊക്കെ ഇവിടെ നിന്ന് വരാൻ പറ്റുന്ന, ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ? സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് സോൾട്ടേസ്. അപ്പോൾ ക്രോമേറ്റിലെയും ഡൈക്രോമേറ്റ് സോൾട്ടിലെയും ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കണം അല്ലേ. സോ ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഡൈക്രോമേറ്റിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? ഡൈക്രോമേറ്റ്, യെസ്, Cr2O7 2 മൈനസ് അല്ലേ. അപ്പൊ Cr2O7 2 മൈനസിലെ Crന്റെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 2x പ്ലസ് മൈനസ് 2 ഇൻറ്റു 7 ദാറ്റ് ഈസ് മൈനസ് 14 ഈസ് ഈക്വൽ ടു മൈനസ് 2. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 14 എന്ന് വരും. 2x ഈക്വൽ ടു എത്ര വരും? 12 എന്ന് വരും. ആൻഡ് x ഈക്വൽ ടു പ്ലസ് 6 എന്ന് കിട്ടി. ഇനി ക്രോമേറ്റിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? ക്രോമേറ്റ് എന്താണ്? Cr O4 2 മൈനസ്. അത് ഇതേപോലെ നമുക്ക് y ആയിട്ട് എടുക്കാം. y പ്ലസ് minus 2 into 4 that is minus 8 is equal to minus 2. Therefore, y is equal to minus 2 plus 8 that is y is equal to plus 6 എന്ന് വരും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ആണ്. ദാറ്റ് ഈസ് 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ ആയില്ലേ? 0 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമുല? കെമിക്കൽ ഫോർമുല എന്താണ്? യെസ്, K2Cr2O7. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എടുക്കാം K2. K എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? +1 ആണ് അല്ലേ. സോ 2 into 1 പ്ലസ്, ഇവിടെ നമുക്ക് ക്രോമിയത്തിന്റെ അറിയില്ല, നമ്മൾ എങ്ങനെ എടുക്കും? 2x പ്ലസ് ഓക്സിജന്റെ -2 ആണ്. 7 into -2 -14 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു, ഇതെല്ലാം അപ്പുറത്ത് പോകുമ്പോൾ 2x ഈക്വൽ ടു 12 എന്ന് വരും. സോ x ഈക്വൽ ടു +6 എന്ന് വരും. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ സി +6 ആണ് K2Cr2O7ലെ Crന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, the oxidation state of sulfur in the anions SO3 2 minus, S2O4 2 minus and S2O6 2 minus follows the order. അതായത് ഇതിലെ ഓരോ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെയും സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ആ തന്നിരിക്കുന്ന ഓർഡറിൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. സോ ഓരോരുത്തരുടെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ. സോ നോക്കിക്കേ, ആദ്യം നമുക്ക് SO3 2 മൈനസ് ആണ്. SO3 2 മൈനസിലെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? യെസ്, എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. എക്സ് പ്ലസ് -2 into 3 ദാറ്റ് ഈസ് -6 ഈക്വൽ ടു -2. സോ എക്സ് ഈക്വൽ ടു -2 പ്ലസ് 6 എന്ന് വരും. അതായത് 4 എന്ന് വരും അല്ലേ. 4 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത ആരാണ്? S2O4 2 മൈനസ്. S2O4 2 മൈനസിന്റെ 2x പ്ലസ് -2 into 4 that is -8 is equal to -2. Therefore 2x equal to -2 ഇതങ്ങ് പോകുമ്പോൾ +8 ആവും. 2x equal to എത്ര വരും? 6 എന്ന് വരും. x equal to +3 എന്ന് വരും. അതും കിട്ടി. ഇനി അടുത്ത ആളാണ്? യെസ്, അടുത്ത ആളെന്ന് പറയുന്നത് S2O6 2 മൈനസ് ആണ്. സോ 2x plus 6 into -2 that is -12 is equal to -2. So 2x equal to -2 plus 12 എന്ന് വരും. That is 2x equal to എത്ര വരും? -2 plus 2 10 എന്ന് വരും. x equal to +5 എന്ന് വരും. ഓക്കെ ആണോ? 5 എന്ന് വരും. സോ നമുക്ക് ഓർഡർ എങ്ങനെ വന്നു? 4 3 5 ആണ് വന്നത് അല്ലേ. സോ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആദ്യം ഇത് വരും S2O4 2 മൈനസ്, then SO3 2 മൈനസ്, then S2O6 2 മൈനസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ്. സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്പീഷീസ് ഡു നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ
ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. നമുക്ക് ഇനി ഈ ഒരു നമ്മുടെ ഇത് മാറിയപ്പോഴത്തേനും ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് പോർഷൻസിൽ വരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഡു നോട്ട് ഫോളോ ഡിസ്പ്രപ്പോർഷനേഷൻ. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരേ ആൾക്ക് തന്നെയാണ് അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും, ഒരു എലമെന്റിന് തന്നെയാണ് അവിടെ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ സംഭവിക്കുന്നത് അല്ലേ. സോ ഇത് താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഡിസ്പ്രപ്പോർഷനും പറ്റാത്തത്? സോ നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കേ. HClO, then HClO2, പിന്നെ HClO3, then HClO4. ഇവരൊക്കെയാണല്ലോ നമ്മുടെ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. സോ ഇതിൽ ഓരോരുത്തരുടെയും ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോറിന് +1 ആണ്, ഇവിടെ നമുക്ക് കിട്ടുന്നത് +3 ആണ്, ഇതിൽ നമുക്ക് കിട്ടുന്നത് +5 ആണ്, ഇതിൽ നമുക്ക് +7 ആണ്. നോക്കിക്കേ, HClO4 എന്ന് പറയുമ്പോൾ ക്ലോറിൻ അതിന്റെ ഏറ്റവും മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +7ൽ നിൽക്കുകയാണ് അല്ലേ. അപ്പം ഇനി അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? കനോട്ട് ഗെയിൻ ഇലക്ട്രോൺസിന് അല്ലേ. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ അതിന് പറ്റത്തില്ല. സോ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമാകാൻ പറ്റത്തില്ല. സോ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി, HClO4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് റീസൺ എന്ത് പറയാം? ഇൻ HClO4 ക്ലോറിൻ ഹാസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിച്ച് ഈസ് ഇറ്റ്സ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. ടു റെഡ്യൂസ് ടു അതർ കോമ്പൗണ്ട് ഇറ്റ് ഹാസ് ടു ഗെയിൻ ദ ഇലക്ട്രോൺസ്. ഇനി അതിന് ഗെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. HClO4 cannot gain electrons in disproportionation. Okay, so we are moving to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What are the oxidation numbers of nitrogen in NH4NO3? മക്കളെ, ഈ NH4NO3 എന്ന് പറയുന്ന ആള് എങ്ങനെയാ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എക്സിസ്റ്റ് ചെയ്യുന്നത് NH4+ഉം NO3- ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനെയും കണ്ടുപിടിക്കാം. NH4+ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, x +4 × 1 അല്ലെ. x +4 = +1, ദാറ്റ് ഈസ് x = -3 എന്ന് കിട്ടും. ഇനി NO3 മൈനസിലെയോ? x +3 × -2, ദാറ്റ് ഈസ് -6 = -1, ദാറ്റ് x +5 എന്ന് വരും. അപ്പൊ -3ഉം +5ഉം, -3ഉം +5 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. -3 ആൻഡ് +5. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, when hydrogen peroxide is added to acidified solution of dichromate to Cr2O7 2-, a deep blue color complex of chromium peroxide CrO5 is formed. The oxidation state of Cr in CrO5. ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇവിടെ പഠിച്ചാണ് നമ്മൾ. അപ്പൊ CrO5 ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നോക്കിക്കേ, H2O2 ഒരു ആസിഡിഫൈഡ് സൊല്യൂഷൻ ഓഫ് ഡൈക്രോമേറ്റ് Cr2O7 ആഡ് ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് എന്താണ് ഡീപ്പ് കളേർഡ്? CrO5 ആണ്. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. Cr2O7 പ്ലസ് അസിഡിഫൈ ആണ് അല്ലെ, +2H പ്ലസ് 4H2O ഗീവ്സ്, അതിനെ ഇങ്ങനെ എഴുതിയാലോ, 2CrO2 ട്വൈസ് പ്ലസ് 5H2O എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കേ, x പ്ലസ് -2 പ്ലസ് -4, -1 × 4 -4 = 0. ദാറ്റ് ഈസ് x - 6 = 0, x +6 എന്ന് വരും. സോ x +6 ആണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി, x +6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So we are moving to the next question. Okay, next question. Dichromate ion is treated with base. The oxidation number of chromium in the product formed is 2021 ചോദിച്ചൊരു ചോദ്യമാണ്. സോ നോക്കിക്കേ, ഡൈക്രോമേറ്റ് അയോണിനെ ഒരു ബേസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. സോ ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ Cr2O7 2-, അതിനെ നമ്മളൊരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ 2OH- നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്? ദ ഓക്സിഡേഷൻ നമ്പർ, ആ കിട്ടുന്ന പ്രൊഡക്റ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 2CrO4 2- പ്ലസ് H2O ആണ് നമുക്ക് കിട്ടുന്നത്. സോ ലെറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം നമുക്ക് ഇതിനകത്ത് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും നോക്കിക്കേ, x പ്ലസ് -2 × 4, ദാറ്റ് ഈസ് -8 is equal to -2. So x equal to -2 plus 8, that is +6 എന്ന് വരും അല്ലേ, +6. So oxidation state of Cr in Cr4 2- is +6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്ലിയർ?
then we are move to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, in PB3O4 the different oxidation state of PB is or are ഏതാണെന്നാണ് ചോദ്യം. സോ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടില്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2.66, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 ഓൺലി, സി എന്ന് പറയുന്നത് 2 and 4 ഓൺലി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2, 4 and 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? PB3O4 ഉണ്ട് അല്ലെ. ഈ PB3O4 എന്ന് പറഞ്ഞാൽ മക്കളെ, PB3O4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ മിക്സ്ചർ ഓഫ് PBO, 2PBO ആൻഡ് PBO2 ന്റെ ഒരു മിക്സ്ചർ ആയിട്ടാണ് നമ്മൾ PB3O4നെ കൺസിഡർ ചെയ്യുന്നത്. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് PB ഇൻ PBOയിലെ ഓക്സിഡേഷൻ നമ്പർ ഏതാണ്? ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോൾ നമുക്ക് +2 എന്ന് കിട്ടും. ഇനി PBO2യിലെ ഓക്സിഡേഷൻ നമ്പർ PBയുടെ എത്രയാണ്? +4 എന്ന് കിട്ടും. സോ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പഠിച്ചതാണ് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എടുക്കുക അല്ലേ. സോ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 8/3, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2.66 എന്ന് വരും. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, 2.66. ഓക്കെ, 2.66 എങ്ങനെ വന്നു നമുക്ക് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെ 2 രണ്ടെണ്ണം ഉണ്ടല്ലേ. സോ നമുക്ക് 4 + 4 8 ബൈ ഇവിടെ 2 ഇവിടെ 1 3. ഓക്കെ, 2.66 എന്ന് നമ്മുടെ ആൻസർ വരും. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈക്കമേറ്റ് അയോൺ ഈസ് ട്രീറ്റഡ് വിത്ത് ബേസ് ദ ഓക്സിഡേഷൻ. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വീണ്ടും ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ക്രോമിയം മീൻസ് എന്താ? CrO4 2- ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്തതാണ്. എക്സിനെ നമുക്ക് +6 എന്ന് കിട്ടിയതാണ്. സോ നമുക്ക് അതിന്റെ ആൻസർ അറിയാവുന്നതാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേ, ദ കറക്റ്റ് സ്ട്രക്ചർ ഓഫ് ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡ്. ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡിന്റെ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം. സോ ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ട്രൈബ്രോമോ ആണ് അല്ലേ, 3 Br. ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ, ഇവിടെയും ഒരു ഡബിൾ ബോണ്ടോ. ഇവർ തമ്മിൽ എന്താണ്? സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടോ. അതുപോലെ ഇവിടെയും ഡബിൾ ബോണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ട് ഓ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി വരും അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ആറ്റംസ് ഇൻ K2Cr2O7, KMnO4 ആൻഡ് K2FeO4 റെസ്പെക്റ്റീവ്ലി ആർ X, Y, Z. ദ സം ഓഫ് X, Y, Z ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം K2Cr2O7ന്റെയും KMnO4ന്റെയും K2FeO4ന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അത് നമ്മൾ X, Y, Z ആയിട്ട് എടുക്കുന്നു. അതിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നോക്കിക്കേ, K2Cr2O7ലെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം 2 + 2x + 7 × -2 -14 = 0. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? X = ഇതെല്ലാം പോകുമ്പോൾ X = +6 എന്ന് വരും. ഇനി അടുത്ത് നമ്മുടെ KMnO4 ഓൾറെഡി നമുക്ക് അറിയാം, നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട അല്ലേ, നമുക്ക് +7 ആണെന്നറിയാം. ഇനി K2FeO4ൽ 2 + Z ആയിട്ട് ഇത് നമുക്ക് Y ആണേ, Y Z ആയിട്ട് എടുത്തു. +4 × -2 -8 = 0. സോ Z = നമുക്ക് 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ X + Y + Z എന്ന് പറയുന്നത് 6 + 7 + 6 ദാറ്റ് ഈസ് = 19 എന്ന് വരും. 19. ഓക്കെ അല്ലേ. സോ X + Y + Z സമ്മ് നമുക്ക് കിട്ടി. സം ഈസ് = 19 എന്ന് വന്നു. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓൺ ഹീറ്റിംഗ് ലെഡ് നൈട്രേറ്റ് gives a brown gas A. The gas A on cooling changes to a colorless solid or liquid B. On heating with no changes to a ഒരു ബ്ലൂ കളറായിട്ട് പിന്നെ അത് മാറും. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ സോളിഡ് C ഈസ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക അനുസരിച്ച് ആദ്യം എന്താ സംഭവിക്കുന്നത്? ലെഡ് നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ഒരു ബ്രൗൺ ഗ്യാസ് A നമുക്ക് കിട്ടുന്നു. സോ ആ ബ്രൗൺ ഗ്യാസ് A എന്ന് പറയുന്നത് ആ ഗ്യാസ് ഏതായിരിക്കണം? യെസ്, NO2, നൈട്രജൻ ഡയോക്സൈഡ് ആയിരിക്കണം. NO2 അല്ലേ. നോക്കിക്കേ, ലെഡ് നൈട്രേറ്റ് 2PbNO3. ലെഡ് നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2PbO + 4NO2 കിട്ടും. ആ NO2 ആണ് നമ്മുടെ ഗ്യാസ് A എന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാസ് A, ആ ബ്രൗൺ കളർ എന്ന് പറയുന്നത്. സോ ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓൺ കൂളിംഗ്, അതിനെ കൂൾ ചെയ്യുമ്പോൾ ഒരു കളർലെസ് ലിക്വിഡ് ആയിട്ട് മാറുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു B കിട്ടുമെന്ന് പറഞ്ഞു. അതേതാണ്? എന്താണ് സംഭവിക്കുന്നത്? നോക്കിക്കേ, ഈ NO2നെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ നമുക്കൊരു കളർലെസ് സോളിഡ് കിട്ടും.
ആ കളർലെസ് സോളിഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ആണ്. ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്, ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഓക്കെ ആണ്. ഇനി ഈ കളർലെസ് സോളിഡ് ആയിട്ടുള്ള ബി ഹീറ്റിംഗ് വിത്ത് NO ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. NO ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ? ഒരു ബ്ലൂ സോളിഡ് സി കിട്ടുന്നു അല്ലേ? നോക്കിക്കേ ഒരു ബ്ലൂ സോളിഡ് സി കിട്ടുന്നു. അപ്പൊ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ആയിരിക്കണം. അതായത് 2NO പ്ലസ് N2O4 gives 2N2O3. ഇതാണ് ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. ഇതാണ് നമ്മുടെ ബ്ലൂ സോളിഡ് സി. സോ ഇയാളുടെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് N2O3യുടെ എങ്ങനെ കണ്ടുപിടിക്കും? 2xa plus 3 into minus 2 minus 6 equal to 0. Therefore 2x equal to 6 and x equal to plus 3 എന്ന് വന്നു. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The oxidation number of an element in a compound is evaluated on the basis of a certain rules. Which of the following rule is not correct? അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ റൂളുകൾ ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ഏത് റൂളാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, the oxidation number of hydrogen is always +1. The algebraic sum of all the oxidation numbers of all elements in a compound is 0. നമുക്കതറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒന്നാണ് algebraic sum of all oxidation number of all elements എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതിന് ഈ റേസ് ടു എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയോണിക് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ചാർജിന് ഇക്വേറ്റ് ചെയ്തേനെ. നെക്സ്റ്റ് നോക്കിക്കേ, an element in the free or uncombined state bears oxidation number. എന്ത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് 0 ആയിരിക്കും. In all its compound the oxidation number of ഫ്ലൂറിന്റെ എപ്പോഴും എന്താണെന്നാണ്? -1 എന്നാണ്. സോ നമുക്ക് മനസ്സിലായി ആ 2ഉം 3ഉം എന്താണ് 4 പറയുന്നതും എന്താണ്? ശരിയാണ് അല്ലേ? ശരിയായിട്ടുള്ളതാണ്. അപ്പൊ തെറ്റ് ഏതാണ്? ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾവേസ് +1 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഓൾവേസ് +1 ആവില്ല. നമ്മൾ മെറ്റൽ ഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ കേസ് പഠിച്ചതാണ്. സോ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഇതാണ് തെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് യൂഷ്വലി +1 ആണ്. ബട്ട് വിത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് അല്ലേ? മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുമായിട്ട് വരുമ്പോൾ അത് മാറും അല്ലെ? മെറ്റൽ ഹൈഡ്രേറ്റ്സിലൊക്കെ വരുമ്പോൾ അത് മാറും. മെറ്റൽ ഹൈഡ്രേറ്റ്സിലൊക്കെ എന്താവും? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കാറുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the reaction, MnO4 minus plus Br minus gives MnO2 plus BrO3 minus. The correct change in oxidation number of the species involved is. So correct change ഏതാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. നോക്കിക്കേ, MnO4 minus plus Br minus gives MnO2 plus BrO3 minus. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നോക്കിക്കേ, ഈ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് MnO4 മൈനസിലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mnന്റെ ആ ഡിക്രീസ് എങ്ങനെയാണ്? +7ൽ നിന്ന്, അതായത് ഇത് +7ൽ നിന്നും ഇതാവുമ്പോൾ MnO4 ആകുമ്പോൾ എന്താണ്? +4 ആവും. അപ്പൊ +7ൽ നിന്നും എന്താകുന്നു? +4 ആകും. ആൻഡ് ബ്രോമിന്റെ എങ്ങനെയാണ്? ബ്രോമിൻ ഇവിടെ എന്താണ്? -1 ആണ്. ഇവിടുത്തെ ബ്രോമിന്റെ എത്രയാണ്? +5 ആണ്. അപ്പൊ ബ്രോമിൻ -1ൽ നിന്നും +5 ആകുന്നു അല്ലേ? സോ കറക്റ്റ് ചേഞ്ച് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? കറക്റ്റ് ചേഞ്ച് എന്നുള്ളത് Br -1 to Br +5. അപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് കൊടുത്തത്. Br -1 സ്റ്റേറ്റിൽ നിന്നും Br +5 സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ഇൻ KO2ലെ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൂപ്പർ ഓക്സൈഡ് അല്ലേ KO2 എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ് സൂപ്പർ ഓക്സൈഡ്സ്. KO2 പോലെയുള്ള സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ്സ് ലൈക്ക് KO2 പോലെയുള്ള സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ എന്താണ് സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ ഓക്സിജൻ ആറ്റം അസൈൻ ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1/2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? X + 2 × -1/2 അല്ലേ? KO2 2 × -1/2 is equal to 0. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? x equal to +1 എന്ന് വരും. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following compound does not act as reducing agent? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. Which among the following compound does not act as reducing agent?
നോക്കിക്കേ, ഇവിടെ H2O ഉണ്ട്, എല്ലാം നമ്മുടെ ആ ഒരു നമ്മുടെ ചാക്കോജൻ ഫാമിലിയിൽ വരുന്നതാണ് അല്ലേ. ചാക്കോജൻ ഫാമിലി ഏതാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം അല്ലേ, നമ്മുടെ ഹാലജൻസ് ചാക്കോജൻസിൽ വരുന്നവരാണ്. സോ ഇവിടെ H2O കേസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ വളരെ സ്ട്രോങ് ആണ്. അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ H2Oയ്ക്ക് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനും പറ്റത്തില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയല്ലോ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following species can function both as oxidizing as well as reducing agent? താഴെ തന്നിരിക്കുന്നതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും രണ്ടായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. സോ നോക്കിക്കേ, MnO4 മൈനസ് നമ്മൾ എടുക്കുകയാണ്. MnO4 2 മൈനസിന്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മൈനസ് അല്ലേ തന്നിരിക്കുന്നത്, MnO4 മൈനസ്, MnO4 മൈനസിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ XA പ്ലസ് 4 into -2 that is -8 is equal to -1, that is x minus 8 is equal to -1, x equal to എത്ര വരും, ഇതിങ്ങ് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് is equal to +7 എന്ന് വരും അല്ലേ. സോ അപ്പം +7 ആണ് എക്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, cannot lose electron, സോ ഓക്സിഡൈസിങ് ഏജന്റ്. അടുത്ത ClO4 മൈനസിന്റെ നോക്കിക്കേ, ClO4 മൈനസിന്റെ അപ്പൊ എന്താ വരും, XA പ്ലസ് 4 into -2 that is -8 is equal to അവിടെ -1, x equal to +7 എന്ന് വരും. Clന്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ്, -1 തൊട്ട് +7 എന്ന് വരും. സോ അതിന് എന്ത് പറ്റത്തില്ല, സോ കാൺ ലൂസ് ഇലക്ട്രോണെ നഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഇനി അടുത്ത ClO മൈനസിന്റെ കേസ് നോക്കിക്കേ, ClO മൈനസ് അപ്പൊ x പ്ലസ് -2 is equal to -1, സോ x equal to ഇതിങ്ങ് ഇപ്പുറത്ത് പോകുമ്പോഴേക്കും +1 എന്ന് കിട്ടും. സോ ClOയ്ക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും +1 അല്ലേ ഇരിക്കുന്നത്, അപ്പൊ ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. സോ എന്താണ്, ClO ക്യാൻ ബോത്ത് ആക്ട് ആസ് ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ClO മൈനസിന് ആക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ClO മൈനസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Br3O8 compound, oxidation number of bromine is. അപ്പോൾ Br3O8 നമ്മൾ നേരത്തെ വരച്ചതാണ് അല്ലേ, നമുക്കൊന്നും കൂടെ വരയ്ക്കാം. Br3O8 എന്ന് പറയുമ്പോൾ Br അല്ലേ, 3 Br വരുന്നു. Br ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ട് ഓ. സോ ഇവരുടെ ഓരോ BRന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. BRന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് തൽക്കാലം ഇവിടെ X ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് BR, ഇത് സെക്കൻഡ് BR, നമ്മുടെ തേർഡ് BR എന്നിരിക്കട്ടെ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് BR എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എടുക്കാം, ഫസ്റ്റ് BRന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, X പ്ലസ് 3 into -2 അല്ലെ, 3 into -2 that is -6 equal to 0. സോ അതിന് നമുക്ക് x1 എന്ന് എടുക്കാം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, +6 എന്ന് വരും. സോ x1 ഈസ് ഈക്വൽ ടു BR ഫസ്റ്റ് BRന്റെ +6 എന്ന് വന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ BR നോക്കിക്കേ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെക്കൻഡ് BR എന്ന് പറയുന്നത് നോക്കിക്കേ, x2 plus 2 into -2 അല്ലെ, x2 plus 2 into -2 that is -4 equal to 0. So x2 is equal to +4 എന്ന് വരും. സോ ഇതിന്റെ നമുക്ക് കിട്ടി +4 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. സോ ഇനി മൂന്നാമത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് തേർഡ് BR, മൂന്നാമത്തെ ബ്രോമിൻ്റെ എങ്ങനെ വരും, യെസ് x3 plus 3 into -2 that is -6 equal to 0. Therefore x3 is equal to +6 എന്ന് വന്നു. സോ ഇതിന്റെയും നമുക്ക് കിട്ടി എത്രയാണ്, +6 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫോർ മൊത്തത്തിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, that is oxidation state of Br is equal to oxidation state of Br നെ നമുക്ക് എങ്ങനെ എടുക്കാം നോക്കിക്കേ, oxidation state of Br is equal to sum of all oxidation state of Br divided by number of Br. So അതായത് x equal to x1 plus x2 plus x3 divided by 3. അതായത് നമ്മൾ x1 x2 x3 കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. എന്താണ് 6 plus 4 plus 6 plus 4 plus 6 by 3 that is 16 by 3 എന്ന് വരും. x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 16 by 3 എന്ന് കിട്ടി. സോ നമ്മുടെ ആൻസർ ഇതാണ് ഓപ്ഷൻ എ,
16/3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 16/3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ്. ഇൻ ദ റിയാക്ഷൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം. ഓക്കെ, സോ അസിഡിഫൈഡ് K2Cr2O7 നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ H2SO ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ക്രോമേറ്റ് സൾഫേറ്റും പൊട്ടാസ്യം സൾഫേറ്റും കിട്ടും. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലേ? സോ നോക്കിക്കേ, K2Cr2O7 അസിഡിഫൈ ചെയ്യാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ H2SO4 തമ്മിൽ ട്രീറ്റ് ചെയ്യുന്നു, 3H2S പ്രസൻസ് ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 പ്ലസ് ക്രോമേറ്റ് സൾഫേറ്റ് Cr2SO4 ട്രൈസ് കിട്ടും, പ്ലസ് 7H2O പ്ലസ് 3S ആണ്, 3 സൾഫറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൽ K2 നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ആണ് ചോദിക്കുന്നത്. അപ്പോൾ K2Cr2O7 ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം X = +6 ആണ് ക്രോമിയത്തിൻ്റെ നമുക്ക് കിട്ടുന്നത്. അടുത്ത് നോക്കിക്കേ, ഈ പറയുന്ന Cr2SO4 ട്രൈസിൽ നമുക്ക് എങ്ങനെ കിട്ടും? 2x + 3 × -2 ദാറ്റ് ഈസ് -6 = 0 എന്ന് വരും. That is X = +3 എന്ന് പറയും. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഡിക്രീസസ് ഫ്രം എങ്ങനെയാ? +6 നിന്നും +3 ആ ഒരു ഡിക്രീസ്. സോ നമ്മുടെ ആൻസർ ഏത് വരും? ഡിക്രീസസ് ഫ്രം +6 to +3. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് റിഡോക്സ് റിയാക്ഷൻ കറക്റ്റ് നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് റിഡോക്സ് റിയാക്ഷനിലേക്ക് കയറുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇൻ ദ ന്യൂട്രൽ ഓഫ് ഫെയിൻലി ആൽക്കലൈൻ മീഡിയം KMnO4 oxidizes iodide into iodate. The change in oxidation state of manganese in this reaction is from. So neutral alkaline solution ഉള്ള റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ എങ്ങനെയാണ്? 2MnO4 minus plus H2O plus I minus gives 2MnO2 plus 2OH minus plus IO3 minus. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn ഇവിടുത്തെ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. MnO2 ആകുമ്പോഴത്തേനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആകും. ഇനി അയഡിന്റെ കേസിലോ ഇവിടെ -1 ആണ്, ഇവിടെ എത്രയാണ്? +5 ആവും. സോ Mnന്റെ ഡിക്രീസ് എന്ന് പറയുന്നത് +7 നിന്നും +4 സോ Mnന്റെ ഡിക്രീസ്, ആ ഡിക്രീസിങ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി +7 to +4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? +7 നിന്നും +4 നമ്മുടെ ചേഞ്ച് വരുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ റിഡോക്സ് റിയാക്ഷൻ MnO4 minus plus 8H plus 5Br minus gives Mn2 plus 4H2O plus 5/2 Br2. Which one is the reducing agent? ഇതിനകത്ത് reducing agent ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്ക് തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഏതാണ്? MnO4 minus plus 8H plus 5Br minus gives Mn2 plus 4H2O plus 5/2 Br2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ MnO4 മൈനസിൽ Mn എൻ്റെത് +7 ആണ്, ഇവിടെ വരുമ്പോൾ അത് +2 ആണ്. സോ +7 നിന്നും +2 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു. ഇവിടെ നോക്കിക്കേ, -1 ആണ്, -1 നിന്നും Br2 സ്റ്റാൻഡേർഡ് സെല്ലാണ്, അപ്പോൾ 0 ആണ്. -1 നിന്നും 0, അപ്പോൾ ഇൻക്രീസ് ആയി ഓക്സിഡേഷൻ നമ്പർ. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? യെസ്, ഓക്സിഡേഷൻ സംഭവിച്ചു. സോ ഈ റിയാക്ഷനിൽ നിങ്ങൾ നോക്കിക്കേ, Br മൈനസ് KMnO4 മൈനസിനെ റെഡ്യൂസ് ചെയ്ത് Mn2 പ്ലസ് ആക്കി മാറ്റി. ആൻഡ് ഇറ്റ് സെൽഫ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു Br2i. സോ ഇറ്റ് ആക്ട് ആസ് ദ റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ട് ആരാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? യെസ്, നമ്മുടെ Br മൈനസ് ആണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് ആൻസർ പറയാം? ഓപ്ഷൻ സി, Br മൈനസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്ലിയർ ആയല്ലോ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പീഷീസ് ഗിവൺ ബിലോ ദാറ്റ് ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ
കാണിക്കാത്തത്. ഓക്കെ, സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കാണോ മാക്സിമം ആയിട്ടുള്ളത് അവർക്ക് ഇനി ഫർദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ഈ Br O4- അതിന്റെ Brന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 അല്ലേ? +7 എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അതിരിക്കുകയാണ്, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. സോ ഇറ്റ് കാൺഡ് ഓക്സിഡൈസ് ഫർദർ, സോ ഇറ്റ് കാൺഡ് ഷോ, അതിന് എന്ത് കാണിക്കാൻ പറ്റത്തില്ല, ഇറ്റ് ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ അവർ ആൻസർ, നമ്മുടെ ആൻസർ ഏത് വരും, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 2MnO4- plus BC2O4- plus CH plus gives XMN2 plus YCO2 plus ZH2O എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് above equation is balanced with integer coefficients, the value of C. ഇവിടെ കണ്ടോ, നമ്മുടെ A, B, C എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വാല്യൂ ഓഫ് C ആണ് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഗിവൺ ഇക്വേഷൻ, ആ ഗിവൺ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാൻ നോക്കിക്കേ. 2MnO4- plus BC2O4- plus CH plus gives XMN2 plus YCO2 plus ZH2O. ഇതാണ് നമ്മുടെ ഗിവൺ ഇക്വേഷൻ. സോ ഇതിന്റെ റൈറ്റ് ഹാഫ് ഇക്വേഷൻ, ഹാഫ് റിയാക്ഷൻ നമുക്കൊന്ന് എഴുതാം. ഹാഫ് റിയാക്ഷൻ എഴുതുമ്പോൾ MnO4- gives Mn2+ അല്ലേ? MnO4- Mn2+ ആയിട്ട് മാറും. സോ അതിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. നമുക്ക് ഹാഫ് റിയാക്ഷൻ എടുത്ത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകണേ. അതിനൊന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഇല്ല. സോ ഓക്സിജനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. ബാലൻസിങ് ഓക്സിജൻ, ബാലൻസിങ് ഓക്സിജൻ, ഓക്സിജനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും, MnO4- gives Mn2++ 4H2O എന്ന് വരും. ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണ്ടേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബാലൻസിങ് ഹൈഡ്രജൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഹൈഡ്രജൻ 8 എണ്ണം ഉണ്ട്. സോ ഇവിടെ നമ്മൾ 8H+ ഇട്ട് കൊടുക്കുന്നു. 8H+ plus MnO4- gives Mn2++ 4H2O എന്ന് വരും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിജനും ഹൈഡ്രജനും നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ബാലൻസ് ചെയ്യാൻ പോവാണ്. ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡും നോക്കണം, ചാർജ് എവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് നോക്കണം. സോ നമ്മൾ ചാർജ് ഇവിടെ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ചാർജ് ഇവിടുത്തെ LHSലെയും RHSലെയും ചാർജുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി LHSൽ ഒരു 5ന്റെ കുറവുണ്ട് അല്ലേ? -5 ആഡ് ചെയ്താൽ ചാർജ് കറക്റ്റ് ആവും. സോ -5 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, യെസ്, നമ്മൾ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, 5 ഇലക്ട്രോൺസിനെ നമ്മുടെ LHSൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 5 ഇലക്ട്രോൺസ് പ്ലസ് 8H+ plus MnO4- gives Mn2++ Mn2++ 4H2O. അതാണ് നമ്മുടെ ബാലൻസ് ആയിട്ടുള്ളത്. 4H2O എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ് റിഡക്ഷൻ? ഇപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ് എഴുതിയത്. ഇനി നമുക്ക് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിലേക്ക് പോകാം. നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഏതായിരുന്നു? നോക്കിക്കേ, നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ, യെസ്, C2O4- gives CO2. ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. സോ നമ്മൾ കാർബണിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, C2O4- gives 2CO2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചാർജ് ഇവിടെയും LHSലെയും RHSലെയും ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ -2 വരുന്നു, ഇവിടെ ചാർജ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയും ഒരു 2 ഇലക്ട്രോൺസ് ഒന്നിച്ചങ്ങ് ചെയ്യണം. ഇവിടെ നമ്മൾ 2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരും, ടോട്ടൽ ഇക്വേഷൻ എങ്ങനെ വരും? സോ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നെറ്റ് ഇക്വേഷൻ വരുന്നത് നോക്കിക്കേ, 16H+ plus 2MnO4- plus 5C2O4- gives 10CO2 plus 2Mn2+ plus 8H2O. ഇത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ബാലൻസ് ചെയ്തിട്ട് ആഡ് ചെയ്ത ഇക്വേഷൻ ആണ് ഈ വന്നത് കേട്ടോ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സിയുടെ വാല്യൂ ആണ്. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്, CH+, CH+ ആയിട്ട് വന്നിരിക്കുന്നത് എത്രയാണ്, 16 ആണ്. സോ നമ്മുടെ സിയുടെ വാല്യൂ എത്ര വരും, 16 വരും. സിയുടെ വാല്യൂ 16 ആണ് വരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ റിയാക്ഷൻ NH3 plus OCl- gives N2H4 plus Cl-. Occurring in the basic medium, the coefficient of N2H4 in the balanced equation will be. So നമ്മുടെ ഇക്വേഷൻ എന്താണ്,
NH3 plus OCl minus gives N2H4 plus Cl minus. ഇതാണല്ലോ. ഇനി ഫോർ അമോണിയ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 2NH3 gives N2H4 plus 2H plus 2 ഇലക്ട്രോൺസ് പറയാം. ഇനി ബേസിക് മീഡിയ ആണ് അല്ലേ? സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ ബേസിക് മീഡിയ ഫോർ OCl മൈനസ്, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്? OCl മൈനസ് പ്ലസ് പോയത് 2H പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cl മൈനസ് പ്ലസ് H2O. സോ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2NH3 പ്ലസ് OCl മൈനസ് ഗീവ്സ് N2H4 plus Cl minus plus H2O. So coefficient of N2H4 എന്ത് വരും ഇതിനകത്ത് നിന്ന്? Coefficient of N2H4 എന്ന് പറയുന്നത് 1 അല്ലേ? 1 ആണ്. സോ coefficient of N2H4 is 1. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, വിച്ച് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്? ഏതിനാണ് ഇതിന് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതിനായിരിക്കും? യെസ്, രണ്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ പറ്റുന്നത്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതും ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാനും പറ്റുന്നവരായിരിക്കും കറസ്പോണ്ടിംഗ്ലി ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നവർ. സോ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും? യെസ്, നോക്കിക്കേ, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 നോക്കിക്കേ, അതിന് ഓക്സിജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ -2 തൊട്ട് +2 വരെ വേരി ചെയ്യാം. ദർഫോർ ഓക്സിജൻ ക്യാൻ ദർഫോർ ബി O2, അതായത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കും പോകാം. ദെൻ H2O വരുമ്പോൾ അത് -2ലേക്കും പോകാം. അതിനെന്താണ് ഓക്സിഡേഷൻ സംഭവിക്കുക അല്ലേ? -1ലാണ് ഇരിക്കുന്നത്, അതിന് -2 to +2 വരെ എന്താണ് വേരിയേഷൻ ചെയ്യാനും പറ്റും. സോ അവർക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡീകമ്പോസിഷൻ ഓഫ് H2O2 ഒക്കെ കണ്ടതാണ് അല്ലേ? അപ്പോൾ അവിടെ -1 സ്റ്റേറ്റിലേക്ക് അത് H2O -2ലേക്കും പോകുന്നുണ്ട്, O2 അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയ 0യിലേക്കും പോകുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ H2O2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ കോമ്പൗണ്ട് ദാറ്റ് കനോട്ട് ആക്ട് ആസ് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ H3PO4 എന്ന് കൺസിഡർ ചെയ്ത് H3PO4. അപ്പോൾ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൽ എന്താണ്? 3+X നമുക്കറിയത്തില്ല, +4 × -2 -8 = 0. Therefore X = +5 എന്ന് വരും. അപ്പം ഫോസ്ഫറസിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാക്സിമം ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +5 എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് കനോട്ട് ഫർദർ റിലീസ് ഇലക്ട്രോൺസ് ടു ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. Therefore ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് മാത്രമായിട്ടേ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി H3PO4 വരും നമ്മുടെ ആൻസർ ആയിട്ട്. മനസ്സിലായോ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എമംഗ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ നോക്കിക്കേ, ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണെന്ന് നോക്കിയാൽ മതി. ആർക്കാണ് മോസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത്? യെസ്, ലിഥിയം പ്ലസിനാണ് മോസ്റ്റ് നെഗറ്റീവ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. മോസ്റ്റ് നെഗറ്റീവ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് നമ്മുടെ Li+നാണ്. സോ ഇതിന് പിന്നെ പ്രത്യേകത എന്താണ്? സ്മോൾ സൈസ് ആണ്, അതുപോലെ തന്നെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആണ്. Therefore എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? ടു ലോസ് ഇലക്ട്രോൺ ഇൻ സൊല്യൂഷൻ. അതർ ആൽക്കലി മെറ്റൽസിനെ കാട്ടിയും ഇലക്ട്രോണിനെ നഷ്ടപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ലിഥിയം ഒരു വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ളതാണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ലിഥിയം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ്യൂസിങ് ഏജന്റ്? താഴെ തന്നിരിക്കുന്നതിൽ റെഡ്യൂസിങ് ഏജന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റേറ്റിൽ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. അതായത് ഓൾറെഡി അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി അതിനൊരു ഫർദർ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ?